ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെപ്പറ്റി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് വരെ എനിക്ക് നൽകിയ സപ്പോർട്ടിനും ഷെയറിനും ലൈക്കിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. മനുഷ്യജീവിതം അപൂർവവും വിലപ്പെട്ടതുമാണ്. ഈ ലോകത്ത് സുഖകരമായി പൊരുത്തപ്പെടുക എന്നതല്ല അതിൻ്റെ ലക്ഷ്യം. കാരണം അത് അസാധ്യമാണ്. ശാസ്ത്രത്തിനും പണത്തിനും സാങ്കേതിക വിദ്യയ്ക്കും കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കാൻ കഴിയില്ല. കർമ്മം സ്ഥിരമായതിനാൽ മാത്രമേ അവ അതിൻ്റെ രൂപം മാറ്റുന്നുള്ളൂ. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കൃഷ്ണനെ ഓർക്കുക, കൃഷ്ണനെ സേവിക്കുക, അദ്ദേഹവുമായുള്ള നമ്മുടെ നഷ്ടപ്പെട്ട ബന്ധം പുനർജീവിപ്പിക്കുക എന്നതാണ്. വേദത്തിൽ പറയുന്നത് ലളിത ജീവിതവും ഉയർന്ന ചിന്തയുമാണ്. ഭഗവത്ഗീത 8-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നു, യം യം വ്യാപി സ്മരൺ ഭാവം തജന്തേ കളേവരം തം തമേ വൈദി കൗന്ദേയ സദാ തത്ഭാവഭാവിതഃ. മരണസമയത്ത് ഒരാൾ ഏത് ബോധാവസ്ഥയിൽ ഓർക്കുന്നുവോ ആ അവസ്ഥയിൽ അയാൾക്ക് സ്ഥിരമായി എത്തിച്ചേരാൻ കഴിയും. അതിനാൽ മരണസമയത്ത് കൃഷ്ണനെ ഓർക്കുക എന്നതാണ് ലക്ഷ്യം. കലിയുഗത്തിൽ ഇത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഭഗവാന്റെ പുണ്യനാമങ്ങൾ ജപിക്കുക എന്നതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഭൗതിക ലോകം നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹത്തിലാണ്. നമ്മുടെ ആഗ്രഹത്താലാണ് കൃഷ്ണനെ വീണ്ടും തിരഞ്ഞെടുക്കുന്നതുവരെ അത് തുടരുന്നു. നാം അവനിലേക്ക് തിരിയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് എന്നേക്കുമായി ദൈവിക ലോകത്തിലേക്ക്, ഗോലോക വൃന്ദാവനത്തിലേക്ക് മടങ്ങുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.